ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. 2026 ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ മകരം, കുംഭം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കുജൻ ഫെബ്രുവരി 23 വരെ മകരൻ രാശിയിലും ശേഷം കുംഭൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ബുധൻ ഫെബ്രുവരി 3 വരെ മകരൻ രാശിയിലും ശേഷം കുംഭത്തിലുമായി സഞ്ചരിക്കുന്നു. ശുക്രൻ ഫെബ്രുവരി 5 വരെ മകരൻ രാശിയിലും ശേഷം കുംഭത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി മീനൻ രാശിയിലും വ്യാഴം മിഥുനൻ രാശിയിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമായി സ്ഥിതി ചെയ്യുന്നു. മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മേടൻ രാശിയെക്കുറിച്ചാണ്. മേടൻ രാശി അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. ആദ്യമായി ആരോഗ്യസ്ഥിതി നോക്കാം. മേടൻ രാശിയുടെ രാശ്യാധിപനും അഷ്ടമാധിപനുമായ ചൊവ്വ ഫെബ്രുവരി മാസത്തിൽ മേടൻ രാശിയുടെ 10, 11 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 10ാം ഭാവം ചൊവ്വയുടെ ഉച്ചസ്ഥാനവും 11ാം ഭാവം ചൊവ്വയുടെ അഭിഷ്ടസ്ഥാനവുമാണ്. ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ആരോഗ്യവും ആത്മവിശ്വാസവും ഉത്സാഹവും നൽകുന്നു. കൂടാതെ 6ാം ഭാവാധിപനായ ബുധൻ, 5ാം ഭാവാധിപനായ സൂര്യൻ എന്നീ ഗ്രഹങ്ങളും ഇവരുടെ ഇഷ്ടഭാവങ്ങളായ 10, 11 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇവയെല്ലാം കർമ്മപുഷ്ടിയെയും ആരോഗ്യത്തെയും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി വിദ്യാഭ്യാസത്തെപ്പറ്റി ചിന്തിക്കാം. 5ാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കാം. ചെറിയ രീതിയിൽ ഇത് കുട്ടികൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പക്ഷേ 5ാം ഭാവാധിപനായ സൂര്യൻ തൻ്റെ ഇഷ്ടസ്ഥാനമായ 10ഉം 11ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വലിയ താല്പര്യം ഉണ്ടാകുന്ന സമയമായിരിക്കും. ഈശ്വര കടാക്ഷം ലഭിക്കും. പഠനത്തിന് അംഗീകാരങ്ങളും ഗുരുക്കന്മാരുടെ പ്രോത്സാഹനവും ലഭിക്കും. ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. സമൂഹത്തിൽ മാന്യത വർദ്ധിക്കും. കൂടാതെ ശുക്രൻ്റെയും ഗുരുവിൻ്റെയും സ്ഥിതി പ്രവർത്തന ഗുണവും പ്രോത്സാഹനവും നൽകുന്നു. പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളും ഈ സമയത്ത് ലഭിക്കാം. ഇതെല്ലാം വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് പ്രയോജനപ്പെടുത്തണം. അതായി കർമ്മരംഗത്തെപ്പറ്റി സംസാരിക്കാം. 10ാം ഭാവാധിപനായ ശനി 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് തൊഴിലിൽ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കും. തൊഴിൽപരമായി കൂടുതൽ യാത്രകളുണ്ടാകും, അലച്ചിലുണ്ടാകും. പക്ഷേ ജന്മരാശ്യാധിപനായ ചൊവ്വയുടെ 10ാം ഭാവത്തിലെ ഉച്ചനായ സ്ഥിതി തൊഴിൽ രംഗത്തെ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ സൂര്യൻ്റെ 10ഉം 11ഉം ഭാവത്തിലെ സ്ഥിതി സർവകാര്യ വിജയത്തെ സൂചിപ്പിക്കുന്നു. മിലിറ്ററി, പോലീസ് വകുപ്പുകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങളായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. പ്രമോഷനുകളും പ്രശംസകളും ലഭിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം, മേലധികാരികളുടെ പ്രീതി എന്നിവ ലഭിക്കും. ഗവൺമെൻറ്റിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് പദവികളും ഗവൺമെൻറ്റിൻ്റെ വാഹനം, വീട് എന്നിവ ഉപയോഗിക്കാനുള്ള ഭാഗ്യവും ലഭിക്കുന്ന സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ്. ഇനി ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാം. 7ാം ഭാവാധിപനായ ശുക്രൻ ഫെബ്രുവരി 5-നും 6ാം ഭാവാധിപനും ബിസിനസ് കാരകനുമായ ബുധൻ ഫെബ്രുവരി 3-നും സർവാഭീഷ്ട സ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. ഇവ രണ്ടും ബിസിനസ് രംഗത്തെ നേട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ബിസിനസ്സുകാർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ വരുമാനവും പ്രശസ്തിയും അംഗീകാരങ്ങളിൽ ലഭിക്കുന്നു. ഭൂമി ക്രയവിക്രയങ്ങളിൽ വൻപിച്ച നേട്ടങ്ങൾ ലഭിക്കുന്നു. പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാനും ധാരാളം പുതിയ ഓഫറുകൾ ലഭിക്കാനുമുള്ള അവസരമുണ്ടാകും. വിദേശ ബിസിനസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. പൊതുവെ തൊഴിൽ രംഗത്ത് അധികാരികളുമായി അടുത്ത സമ്പർക്കവും അഭീഷ്ടലാഭവും ഉണ്ടാകുന്നു. പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും അനുകൂല സമയം തന്നെയാണ്. 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ആദ്യം കുറച്ച് മനപ്രയാസങ്ങൾ പ്രണയിക്കുന്നവർക്ക് ഉണ്ടാക്കാം. പക്ഷേ ശുക്രൻ്റെ അനുകൂലത കേതുവിൻ്റെ ന്യൂനതയെ പരിഹരിക്കുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് ധാരാളം ആലോചനകൾ വരും. നിങ്ങൾക്ക് 7ര ശനിയുടെ സമയമായതിനാൽ പലരും ഭയപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല.
ശനി നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അഥവാ ശനിക്ക് ബലമില്ല എങ്കിൽ പരിശോധിച്ചിട്ട് പൂജാതി കാര്യങ്ങൾ ചെയ്താൽ മതി. ശനിദോഷത്തിന് കുറവ് വരും. 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു എല്ലാ വിധത്തിലുമുള്ള ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. തൊഴിൽ രംഗത്തെ അഭിവൃദ്ധി, പേര്, പ്രശസ്തി, ധനവരവ് എന്നിവ രാഹു നൽകുന്നു. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളാണ് രാഹു നൽകുന്നത്. 3ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം നിങ്ങൾക്ക് അത്ര നല്ല അനുഭവങ്ങൾ നൽകുന്നില്ലെങ്കിലും വ്യാഴം നിങ്ങളുടെ 7, 9, 11 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെയും സന്താന സൗഖ്യത്തെയും ഭാഗ്യത്തെയും അഭീഷ്ടലാഭത്തെയും അനുകൂലമായി ബാധിക്കുന്നു. പൊതുവെ 2026 ഫെബ്രുവരി മാസം നിങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് നൽകുന്നത്. 7ര ശനി നടക്കുന്ന ഈ സമയത്ത് ഇത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. ദോഷപരിഹാരങ്ങൾക്കായി താഴെ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക. ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുക. ശിവന് ധാരയും കൂടി നടത്തിയാൽ ശ്രേഷ്ഠമായിരിക്കും. വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും ചതുർത്ഥി തിഥിയിൽ ഗണപതി ഹോമവും നടത്തുക. ദിവസവും നാമം ജപിക്കുക. എല്ലാ ദോഷങ്ങളും അകന്നുപോകും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.